കഴിഞ്ഞ ദിവസം ശ്രീ വി ശിവൻകുട്ടിയെ അദ്ദേഹത്തോട് ഒരു അപേക്ഷ ഞാൻ ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു. അതിന് അതിശക്തമായ തെറിവിളികളാണ് എനിക്ക് കേൾക്കേണ്ടി വന്നത്. എനിക്കതിൽ വിഷമം ഉണ്ടാക്കിയത് സ്ത്രീകളുടെ തെറിവിളിയാണ്. വന്നിരുന്ന ന്യായീകരിക്കുന്ന സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തമായിട്ട് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തി രാവിലെ ചോറും പൊതി കെട്ടി കൊടുത്തുവിടുന്ന മക്കളെ ഒരു സുപ്രഭാതത്തിൽ ഒരു 18 വയസ്സ് പോലും തികയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇനി 18 വയസ്സായി എന്ന് തന്നെ വയ്ക്കുക, അതിൻ്റെ അടുത്ത് കേസൊക്കെ നടക്കുന്നു, അതൊക്കെ ചിലപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് പറ്റുമായിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാലും 18 വയസ്സ് തികഞ്ഞു എന്നും പറഞ്ഞിട്ട് 2 മാസം മുമ്പ് കണ്ട ഒരുത്തനെയും പിടിച്ചുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് വന്നാൽ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന അമ്മയല്ല ഞാൻ. ഓക്കെ, അത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ. പിന്നെ ഒരുത്തൻ എന്നോട് പറഞ്ഞത് വിവേകത്തോടുകൂടി എൻ്റെ മക്കൾ അങ്ങനെ കൊണ്ടുവന്നാൽ ഞാൻ സ്വീകരിക്കുമെന്നാണ്. ഈ 18 വയസ്സിൽ വിവേകം ഉണ്ടായ നീളം എങ്ങനെയാണ് അളക്കുന്നത്? ഈ പറഞ്ഞ പോലെ അവർ പറയുന്നത് തീവ്രത അളക്കുന്ന, ഇതിനും തീവ്രത അളക്കുന്ന എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ അവർക്ക് വല്ല ആയുധവുമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും യന്ത്ര സൗകര്യം അവർ കണ്ടുപിടിച്ചിട്ടുണ്ടോ 18 വയസ്സിൽ വിവേകം ആയി എന്ന് കണ്ടുപിടിക്കാൻ ആണ് ഇത്? അതാണല്ലോ, അവരെല്ലാത്തിനും ഈ തീവ്രത അളക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ നിങ്ങളായിട്ടാണ് എന്നെ സംഖ്യയാക്കിയത്. ഞാനായിട്ട് ഇതുവരെ ഒരു സംഖ്യ വർത്താനവും പറഞ്ഞിട്ടില്ല. ഞാൻ ഒരു സംഖ്യയ്ക്കും പോയി ലൈക്കോ ഷെയറോ ഒന്നും ചെയ്യുന്ന ആളല്ല. എല്ലാം ഏതിലും നന്മ കണ്ടാൽ നല്ലത് തന്നെ തിരിച്ചറിയാനും അതിനുള്ള വിദ്യാഭ്യാസമൊക്കെ എൻ്റെ പേരൻസ് എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പേരൻസ് ആരാണെന്നോ അവരെ എന്നെ പഠിപ്പിച്ചതിൻ്റെ കുഴപ്പമാണെന്നൊക്കെ കുറേ ആൾക്കാർ വന്ന് തള്ളുന്നുണ്ട്. പിന്നെ എൻ്റെ മുഖം ശരിയല്ല, നിൻ്റെ മുഖം കണ്ടിട്ട് ആരെ കൊണ്ടാ മമ്മൂക്കോയെ പോലെ ഇരിക്കുന്നെന്നോ കുഞ്ചനെ പോലെ ഇരിക്കുന്നെന്നോ ഒക്കെ പറയുന്നുണ്ട്. അവരൊക്കെ നല്ല നടന്മാരായിട്ട് പേരെടുത്ത ആൾക്കാരാണ്. അവരുടെയൊക്കെ മുഖം എങ്ങനെ ഇരുന്നാലും ഒക്കെ. അതുകൊണ്ട് അവരുമായിട്ട് എന്നെ കമ്പയർ ചെയ്ത് എന്നെ അങ്ങ് ഇടിച്ചതാക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് പറയാം. അപ്പോൾ തെറിവിളി വരുന്നുണ്ട്. അപ്പോൾ സ്വന്തം, അതായത് പിന്നെ എനിക്ക് പ്രത്യേകം പറയുന്നത്, ചിന്തേച്ചി പറഞ്ഞു പോയിട്ടുള്ള ഐറ്റംസാണ് വീട്ടിലിരിക്കുന്നതെങ്കിൽ ഒരു വിഷയവുമില്ല. മനസ്സിലായോ? ചിന്തേച്ചി പറഞ്ഞ പോലുള്ള ഐറ്റംസാണ് വീട്ടിൽ ഇരിക്കുന്നതെങ്കിൽ ആരുടെ കൂടെ എങ്ങനെ വേണേൽ പോയാൽ നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ വഴിയില്ല. പക്ഷേ അങ്ങനെയുള്ളവരെ ഉദ്ദേശിച്ചല്ല ഞാൻ ആ വീഡിയോ ചെയ്തത്. എന്നെപ്പോലെ പ്രസവിച്ച് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് രാവിലെ ചോറും പൊതിയും കിട്ടി, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിപ്പിച്ച് സ്കൂളിലോട്ട് പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ ധാരാളം ഈ നാട്ടിലുണ്ട്. അവരെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചിന്തേച്ച് പറഞ്ഞ പോലൊക്കെ ഉണ്ടായതാണെങ്കിൽ ആർക്കും ദണ്ണം ഉണ്ടാവേണ്ട കാര്യമൊന്നും ഇല്ല. മനസ്സിലായോ? അപ്പം ഇതിൻ്റെ അടിയിലും തെറിവിളി വരും. പക്ഷേ അതിനൊന്നും ഞാൻ കമൻറ്റ് ചെയ്യാനോ റിപ്ലൈ കൊടുക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് മാറ്റുകയും ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം അവർക്കൊക്കെ മറുപടി കൊടുത്താൽ ഞാൻ നാറുകുന്നതല്ലാതെ അവർക്കൊന്നും ഒരു ഉളുപ്പും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇതേപോലെ എനിക്ക് മെസ്സേജ് ഇട്ട, എന്നെ വളരെ മോശമായിട്ട് മെസ്സേജ് ഇട്ട ഒരുത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ മെസ്സഞ്ചറിൽ പോയി മെസ്സേജ് ഇട്ടു. കുറേ നേരം ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിട്ട് അവസാനം ഞാൻ ചോദിച്ചു, 18 വയസ്സുള്ള നിൻ്റെ പെങ്ങള് ഏത് മതക്കാരനും ആയിക്കോട്ടെ, അവൻ ഒരുത്തനെ നാളെ 2 മാസം മുമ്പ് കണ്ട ഒരുത്തനെ കൊണ്ട് നാളെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നിൻ്റെ വീട്ടിൽ വന്നാൽ നീ സമ്മതിക്കുമോ എന്ന് എനിക്ക് എസ് ഓർ നോ കിട്ടിയാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു എസ് ഓർ നോ ചോദിച്ച ഒരുത്തനാണ് അയാളുടെ മക്കൾ വിവേകത്തോടു കൂടി വന്നാൽ അയാളങ്ങ് സ്വീകരിക്കുന്നത്. 18 വയസ്സിൽ എന്ത് വിവേകമാണാവോ ഈ കുട്ടികൾക്കുണ്ടാവുക? ഇപ്പോൾ രാജു നാരായണ സ്വാമി, അദ്ദേഹത്തിനൊക്കെ വിവേകം ഉണ്ടാവുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം അദ്ദേഹം എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം റാങ്കോട് കൂടി പഠിച്ച ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ 18 വയസ്സിലൊക്കെ വിവേകം ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ പോക്കൊന്നും ഈ പറഞ്ഞ പോലെ വിവേകത്തോടു കൂടിയുള്ളൊരു പോക്കാണെന്നൊന്നും എല്ലാ കുട്ടികളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല വിവേകത്തോടു കൂടി പഠിക്കുന്ന കുട്ടികളുണ്ട്. പിന്നെ എൻ്റെ മക്കളെ പോയി വളർത്താൻ പറയുന്നവരോട് എൻ്റെ പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് എവിടെയാണെന്നും അവർ ഏത് രീതിയിലാണ് പഠിക്കുന്നതെന്നും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ഓപ്പണായിട്ട് നിങ്ങളെപ്പോലെ ഈ പറഞ്ഞ പോലെ പൊത്തിനകത്ത് കയറി മാതാവിൻ്റെയും പൂവിൻ്റെയും കായയുടെയും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇട്ടിരിക്കുന്ന അക്കൗണ്ടൊന്നും അല്ല എൻ്റെത്. എൻ്റെ പ്രൊഫൈലിൽ എൻ്റെ മക്കളുടെയും എൻ്റെ ഫാമിലിയുടെ മുഴുവൻ ഫോട്ടോയും എൻ്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഒന്നും ഞാൻ പൂട്ടി വെച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളെപ്പോലെ പൂട്ടി വെച്ചാൽ ഈ മാളത്തിൽ കയറി ഇന്ന് തെറി വിളിക്കാൻ ഇരിക്കുന്ന ആളുമല്ല ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം എൻ്റെ മക്കൾ എങ്ങനെയാണ് പഠിക്കുന്നതെന്നും. അവരുടെ കയ്യിലും നല്ല ഒന്നാന്തരം ഫോൺ ഞാൻ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അവരത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് സഹിതം ഞാൻ എടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ എങ്ങനെ പഠിപ്പിക്കണമെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. എൻ്റെ അച്ഛനും അമ്മയും എന്നെ എങ്ങനെയാണ് പഠിപ്പിച്ചതെന്നും നിങ്ങൾ പഠിപ്പിക്കാൻ വരണ്ട. അവർ പഠിപ്പിച്ചെന്ന ഗുണം കൊണ്ടാണ് എനിക്കിതുപോലെ മുഖത്ത് നോക്കി ഇതുപോലെ നിന്നെയൊക്കെ പോലെ പൂട്ടിയിരുന്ന് അല്ലാതെ എനിക്ക് മുഖത്ത് നോക്കി നിന്നോടൊക്കെ മറുപടി പറയാൻ സാധിക്കുന്നതും. മനസ്സിലായി? നീ ഒന്നും ഈ പറയുന്ന ഒരുത്തനും സ്വന്തമായിട്ടൊരു ഐഡിയ ഉള്ളവനല്ല എന്നുള്ള കാര്യം നീയൊക്കെ ആദ്യം ഓർക്കണം. എന്നിട്ട് വേണം മറുപടി പറയാൻ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ ചോദിച്ചത് അവനോട് 18 വയസ്സിൽ നിൻ്റെ പെങ്ങൾ വന്നാൽ നീ സമ്മതിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചപ്പം അവൻ ഇല്ല എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. മനസ്സിലായോ? അപ്പം ഇതാണ് സത്യാവസ്ഥ.
സത്യാവസ്ഥ ഇതാണ്. അല്ലാതെ ഒരു മാതാപിതാക്കളും 18 വയസ്സിൽ എൻ്റെ മോളോ അല്ലെങ്കിൽ മോനോ ഇതാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാണ്, ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം പരിചയപ്പെട്ടാണെന്ന് വിചാരിച്ച് വന്നാൽ ഒരു സ്നേഹിച്ച് വളർത്തിയ ഒരു മാതാപിതാക്കളും അത് സമ്മതിച്ചു കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 18 വയസ്സിൽ ഇവർ വിവേകത്തോടു കൂടി കണ്ടുപിടിച്ചുകൊണ്ട് വന്നതാണെന്നും അതിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ, നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. പിന്നെ ചിലർ എന്നെ വന്ന് ചീത്ത വിളിക്കുന്നത് തന്തേം തള്ളയാണ് ഫോൺ മേടിച്ചു കൊടുത്തത്. തന്തേം തള്ളയും ഫോൺ മേടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താണ്? ലോക്ക്ഡൗൺ സമയത്തിൽ ഫോണില്ലാതെ കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിർബന്ധമായിട്ട് മേടിച്ചു കൊടുക്കേണ്ടി വന്നതാണ് മാതാപിതാക്കൾ. അതും സ്കൂളുകാരും അല്ലെങ്കിൽ ഇതുപോലുള്ള മന്ത്രിമാരും പറഞ്ഞിട്ട് തന്നെ മേടിച്ചു കൊടുക്കേണ്ടി വന്നതാണ്. അവർക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. പക്ഷേ പിന്നെ പിള്ളേരത് കുറേയധികം പിള്ളേർ, നിങ്ങളൊരു പേരൻസ് മീറ്റിംഗ് പങ്കെടുത്ത് നോക്കണം. എത്ര ഒരു 100 പേരൻസ് ഉണ്ടെങ്കിൽ 90 പേരൻസിനും പറയാൻ ഒറ്റ ഒരു കാര്യമേ ഉണ്ടാവുള്ളൂ, അവർ ഫോൺ അമിതമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന്. അത് മേടിച്ചു വെച്ചാൽ എത്രയോ കുട്ടികളാണ് ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങളുടെ ചുറ്റും. കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് ഞാൻ തന്നെ ഒരു വീഡിയോ ഇട്ടു. ഞങ്ങൾ തൊട്ടടുത്തൊരു പയ്യനെ ഇതുപോലെ അവർ പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ അവൻ വന്നില്ല, അവൻ ഫോൺ കളിക്കുകയാണ്. അവൻ്റെ ചേട്ടൻ ഫോൺ മേടിച്ച് വെച്ച് തിരിച്ചു വന്നപ്പോൾ തൂങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ എത്ര കേസുകൾ. അപ്പോൾ പേരൻസിന് ഒരു പരിധിയിൽ കൂടുതൽ അവരെ വഴക്ക് പറയുകയോ ശാസിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ അവർ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് പെടുമോ എന്നുള്ള ഭയം അവർക്ക് ഉറപ്പാണ്. കാരണം അവർ നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പെട്ട് വളർത്തുന്നത് കൊണ്ടാണത്. പക്ഷേ അവരിൽ ഈ രീതിയിലല്ലാതെ വളരെ സൗഹൃദപരമായിട്ട് ഇടപെടുന്ന ടീച്ചേഴ്സ് സ്കൂളിലുണ്ട്. അവർ പറഞ്ഞാൽ ചിലപ്പം ഈ പേരൻസ് പറഞ്ഞതിനേക്കാൾ എന്ന് പറഞ്ഞ് പേരൻസ് അത്ര മോശക്കാർ അവർ പറഞ്ഞാൽ കേൾക്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവരിൽ സ്വാധീനം ചെലുത്തുന്ന എത്രയോ ടീച്ചേഴ്സുണ്ട്. ടീച്ചേഴ്സിൻ്റെ സ്വാധീനം കൊണ്ടാണ് പല പിള്ളേരും പല കോഴ്സുകൾ എടുക്കുന്നത്. ഇപ്പോൾ എൻ്റെ മോൻ തന്നെ കെമിസ്ട്രി, അവൻ 95+ മാർക്ക് +2 CBSE വാങ്ങിയ കുട്ടിയാണ്. അവൻ എഞ്ചിനീയറിംഗ് കിട്ടുമായിരുന്നു, അവന് എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എഴുതി കിട്ടിയതുമാണ്. പക്ഷേ അവൻ കെമിസ്ട്രി ചൂസ് ചെയ്ത് അവൻ്റെ ടീച്ചറിൻ്റെ കെമിസ്ട്രിയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, ആ പഠിപ്പിച്ച ടീച്ചറിനോടും കെമിസ്ട്രിയോടും അങ്ങനെയാണ് അവൻ ആ കെമിസ്ട്രി ഇഷ്ടപ്പെട്ടതും അവൻ കെമിസ്ട്രി എടുത്തതും. അങ്ങനെയാണ് ഓരോ കുട്ടികളും. ചില കുട്ടികൾക്ക് അവരുടെ ടീച്ചേഴ്സിനോട് അവർ പറഞ്ഞ ചിലപ്പോൾ പേരൻസ് പറഞ്ഞതിനെക്കാട്ടിലും ചില പേരൻസ് പറയാറുണ്ട്, ടീച്ചറെ ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, നിങ്ങളൊന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവൻ കേൾക്കും എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും നാട്ടുനടപ്പുള്ള കാര്യമല്ലേ? ചിലർ പറയുന്നതായിട്ട് ആദ്യമായിട്ട് എന്തോ കണ്ടുപിടിച്ച സംഭവം പോലെയാണ് ഇങ്ങോട്ട് വന്ന് പറയുന്നത്. പേരൻസിൻ്റെ കുറ്റമാണ് പോലും. ഈ കഞ്ചാവ് അടിക്കാനും ഈ കണ്ട വൃത്തികെട്ട രീതിയിലൊക്കെ പോകാനും ഈ പേരൻസ് പഠിപ്പിച്ചു വിടുന്നതാണോ? പെറ്റു വളർത്തി ഒരു പേരൻസും പഠിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പൂട്ടി വെച്ചിട്ട് പിന്നെ ചിലർ പറയുന്നത് സ്വന്തം മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ട് അവരുടെയൊക്കെ കാര്യങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ട രീതിയിലാക്കിയതിന് ശേഷമാണ് ഈ വന്നിരുന്ന ഘോരഘോരം വാദിക്കുന്നത്. നിങ്ങൾ മറന്നു പോകുന്നത് അവർക്കൊക്കെ കൊച്ചുമക്കളും ഇതേപോലെ ജെൻസീസൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾ ഈ പറയുന്ന മക്കൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം, അല്ലെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കണം. പിന്നെ ചിലർ പറയുന്നു എനിക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കാണ്. അതായത് നമ്മൾ ഈ 80s-ലും 70s-ലും ഒക്കെ ജനിച്ചതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം നമ്മൾ ആ കാലവും നമ്മുടെ പേരൻസിൻ്റെ കാലവും ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികളുടെ ജെൻസീസിൻ്റെ എല്ലാം അനുഭവിക്കാൻ പറ്റിയ ഭാഗ്യം ചെയ്ത ഒരു തലമുറയിൽ തന്നെ ജീവിക്കുന്ന ആളാണ് ഞാൻ. ഇതെല്ലാം എനിക്ക് കാണാൻ സാധിച്ചു എന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ ജീവിച്ചതോ നമ്മുടെ അച്ഛൻ ജീവിച്ചതോ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമുക്കതെല്ലാം കാണാൻ സാധിച്ചു, നമ്മളതെല്ലാം അറിഞ്ഞു കണ്ടുവരുന്ന ഇതിലും മനോഹരമായ ബാല്യമായിരുന്നു നമ്മുടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. കാരണം ആ നാടി കളിക്കാനും ഒക്കെ കൂട്ടുകാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ഭംഗിയായിട്ട് നമുക്കുണ്ടായിരുന്നു എന്ന് വിചാരിക്കണം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ അങ്ങനെ വിടാൻ പോലും പേടിയാണ്, നമ്മളെ അടച്ചുപൂട്ടി വെച്ചിരിക്കുകയാണ് സത്യത്തിൽ ഒരു പരിധിയിൽ വരെ ചില കുട്ടികളെ. അപ്പം ഇങ്ങനെയുള്ള കുറേ ഒന്നും അറിയാത്ത പോലെ ആദ്യമായിട്ട് എന്തോ കണ്ടുപിടിച്ച പോലെ, മൊബൈൽ ഫോൺ സത്യത്തിൽ ഞാനാണോ കണ്ടുപിടിച്ചതെന്ന് പോലെ എനിക്ക് ചിന്തിച്ചു പോയി. അതുകൊണ്ട് തെറി പറയാൻ ചൊറിയാൻ വരുന്നവരെ വീട്ടിൽ പോയിരുന്നു തെറി പറയുക. ഓക്കെ, നിനക്കൊന്നും തെറിക്കുള്ള മറുപടി ഞാൻ ഇനി തരാൻ ഉദ്ദേശിക്കുന്നില്ല. തെറി പറയേണ്ടവരെ അന്നേരപ്പോഴേ ബ്ലോക്കാക്കി ഉപയോഗിക്കണം. ഇന്നലെ ഞാൻ ജീത്ത വിളിച്ചു, എന്നിട്ട് ഞാൻ അവനെ ബ്ലോക്കാക്കി. അവനിങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ബാക്കി അവന് പറയണമല്ലോ, എനിക്കിത് ഓപ്പൺ ചെയ്ത് കൊടുക്കാതെ അവനത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഇനി ആരും നോക്കണ്ട, അവരെ ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കുക എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ശിവൻകുട്ടിയോട് എനിക്ക് ഇത് തന്നെയാണ് ഇപ്പോഴും പറയാനുള്ളത്. 18 വയസ്സിൽ വന്ന ഏതോ നാട്ടിൽ നിന്ന് വന്ന ഒരു കുട്ടിയെ കല്യാണം കഴിച്ച് കൊടുത്തു വിടുക എന്നുള്ളതായിരുന്നില്ല താങ്കളുടെ കടമ. അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരിച്ച് അവരുടെ നാട്ടിലേക്ക് അവരുടെ അച്ഛൻ്റെ അമ്മയുടെയും അടുത്ത് പറഞ്ഞു വിടുകയായിരുന്നു വേണ്ടത്. അതായിരുന്നില്ല ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടിയിരുന്നത്. ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കൂടെ ഉണ്ടായിരുന്നവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. റഹീമാണല്ലോ ഈ പറഞ്ഞ ഗോവിന്ദമാഷോടൊന്നും എനിക്കൊന്നും പറയാനില്ല. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് അതായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. ആരും വന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു കാര്യവുമില്ല. മനസ്സിലായോ? കുട്ടികൾ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. മനസ്സിലായോ? പഠിക്കാൻ വിദ്യാഭ്യാസം ചെയ്യാൻ കഴിവുള്ള കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. അല്ലാത്തത് കഞ്ചാവടിച്ച് നടക്കുന്നവരെ മാതാപിതാക്കൾ വളർത്തുന്നത് തന്നെയാണ്. ഇതുപോലുള്ള മാതാപിതാക്കൾ വളർത്തുന്നതായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള പോകുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. മനസ്സിലായോ?
അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. ചീത്ത വിളിക്കേണ്ടവർ ചീത്ത വിളിച്ചോളൂ, പക്ഷേ പിന്നീട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണില്ല, ഞാനത് ബ്ലോക്ക്. എൻ്റെ പേജിൽ എൻ്റെ കയ്യിലെ കാശ് കൊടുത്ത് ഞാൻ എൻ്റെ ഫോണിൽ കൂടെ എൻ്റെ ചിലവിൽ ചെയ്യുന്നതിനകത്ത് നിങ്ങളും അങ്ങനെ ചുളിയിൽ വന്ന് തിരികെ വിളിച്ച് നിങ്ങളുടെ വീട്ടിലെ ഫ്രസ്ട്രേഷൻ എൻ്റെ ഇതിനകത്ത് തീർക്കണ്ട. ഓക്കെ.